എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി. നമ്മുടെ 8ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററാണ് എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി, റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട്. റസ്കിൻ ബോണ്ടിൻ്റെ ഒരു കിടിലൻ കഥയാണ്. ആക്ച്വലി ഒരു ഗ്രാൻമയും ആ ഗ്രാൻമയുടെ കൊച്ചുമോനായിട്ടുള്ള മണി എന്ന് പറയുന്ന ഒരു ചെക്കനും തമ്മിലുള്ള ആ ഒരു ബോണ്ടിൻ്റെ കഥ പറയുന്ന ഒരു ചാപ്റ്ററാണ് എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി. ആക്ച്വലി ഈ ഗ്രാനിയെ മസൂരി എന്ന് പറയുന്ന പട്ടണത്തിൽ കൊണ്ടുപോയിട്ട് കണ്ണിന് ചെറിയ പ്രശ്നമുള്ള ഒരാളാണ് നമ്മുടെ ഗ്രാനി, ഗ്രാൻമ. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അടുത്തൊന്നും ഹോസ്പിറ്റലില്ല, അങ്ങ് ദൂരെ പോയിട്ട് കാണിക്കേണ്ടതുണ്ട്. പക്ഷേ മുത്തശ്ശിക്ക് ഒരു താല്പര്യവുമില്ല. പക്ഷേ തൻ്റെ കൂടെ വരുന്നത് നമ്മുടെ മണിയാണ്, ഗ്രാൻമയുടെ കൊച്ചുമകനാണെന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി ഓക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ പോവാം എന്ന് പറയുന്നു. അങ്ങനെ അവർ നെയ്ൻ എന്ന് പറഞ്ഞ ആ ഒരു നാട്ടിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. നെയ്നിൽ എത്തിയിട്ട് വേണം ബസ്സിൽ പോകാൻ വേണ്ടിയിട്ട്. അതുവരെ അവർ നടന്നാണ് പോകുന്നത്. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന കുറേ ഫണ്ണി മൊമെൻറ്റ്സും അതുപോലെ തന്നെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധാരാളം കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഇത് ഭയങ്കര രസമാണ്. അതിനുശേഷം നെയ്ൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അവർ പിറ്റേ ദിവസം അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം അവർ ബസ് കയറി പോവുകയാണ്. അങ്ങനെ അവർ ബസ്സിൽ പോകുന്ന സമയത്ത് ആ കാഴ്ചകളൊക്കെ തൻ്റെ കൊച്ചുമകൻ മണി എന്ന് പറഞ്ഞ ഈ ഒരു കൊച്ചുമകൻ തൻ്റെ ഗ്രാനിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഗ്രാനി അതിങ്ങനെ കേട്ടുകൊണ്ട് ഉറങ്ങിപ്പോകുന്നൊരു സീനുണ്ട്. അതുപോലെ തന്നെ അവരങ്ങനെ മസൂരി എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അവിടെ ഒരു മണ്ണിടിച്ചിലുണ്ടായിട്ട് അവരുടെ യാത്ര മുടങ്ങുകയാണ്. പക്ഷേ മണിക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട്. ഗ്രാനിക്ക് നടക്കാൻ പറ്റുമോ, ഈ മല കയറിയിട്ട് ആ ഒരു മസൂരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ പറ്റുമോ എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഗ്രാനി ഭയങ്കര ബോൾഡാണ്. മണി എന്ന് പറഞ്ഞ ഈ ഒരു കൊച്ചുമോനേക്കാളും ധൈര്യം നമ്മുടെ ഗ്രാനിക്കാണ്. അവരെയും കൂട്ടി നടക്കാൻ ആരംഭിച്ചു. ട്രെക്കിംഗ് കഴിഞ്ഞു. അങ്ങനെ അവസാനം മസൂരിയിലെത്തി, പട്ടണത്തിലെത്തി, കണ്ണൊക്കെ കാണിച്ച് ക്ലിയറായി. തിരിച്ചു വരുന്ന വഴി നേരത്തെ നടന്നതിന് നേരെ ഓപ്പോസിറ്റാണ്. ഗ്രാനിയാണ് കഥകൾ പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഓരോന്നിനെ പറ്റിയിട്ടും വിശദീകരിക്കുന്നത് ബസ്സിൽ വരുന്ന സമയത്ത് നമ്മുടെ മണിയോട്. മണി പക്ഷേ ഇത് കേട്ട് ഉറങ്ങിപ്പോകുന്നൊരു സിറ്റുവേഷൻ നേരത്തെ അങ്ങോട്ട് പോകുന്ന സമയത്തുണ്ടായത് നേരെ ഓപ്പോസിറ്റാണ്. ഏതായാലും ഇങ്ങനെ ഗ്രാൻമയുടെയും ഈ പറഞ്ഞ മണിയുടെയും തമ്മിലുള്ള, കൊച്ചുമകനായിട്ടുള്ള മണിയും തമ്മിലുള്ള ആ ഒരു വലിയ ബോണ്ടിൻ്റെ കഥ പറയുന്ന ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ഉറപ്പായിട്ടും നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പഠിച്ചിരിക്കണം. അത് സെറ്റായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് യോദ്ധ ബാച്ച് സൈലം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കാരണം ഇനി വരാൻ പോകുന്നത് നിങ്ങൾക്ക് മിനിമം മാർക്ക് പദ്ധതിയാണ്. അതായത് നല്ല രീതിയിൽ മാർക്ക് വാങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഫെയിൽ ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ പേടിക്കേണ്ട, സൈലം നിങ്ങളുടെ കൂടെയുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് യോദ്ധ ബാച്ച്. ഡെയിലി ലൈവ് ക്ലാസ്സുകളായിട്ടും റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ടും നിങ്ങൾക്ക് ബാച്ചിലൂടെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ക്ലാസ്സുകൾ കിട്ടും. മാത്രമല്ല അതിൻ്റെ കംപ്ലീറ്റ് നോട്ട്സും അവൈലബിൾ ആയിരിക്കും. അതുമാത്രമല്ല ഒരു കൊല്ലം നിങ്ങൾക്ക് ഇതിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. നമ്മുടെ NMMS എക്സാം ഒക്കെ വരുന്നുണ്ട്. അതിന് വേണ്ടിയുള്ള ഫുൾ സപ്പോർട്ടും നമ്മുടെ സൈലം നൽകിയിരിക്കും. സോ ഇനിയും നമ്മുടെ യോദ്ധ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് സെറ്റായിട്ട് പഠിക്കാം. ഹാപ്പി ലേണിംഗ്.